ഇന്ന് ഈ വൈകവേളയിൽ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ കർത്താവ് എനിക്കിങ്ങനെ നല്ലൊരു സാവകാശം ഒരുക്കി തന്നതിനെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഞാനിപ്പോൾ അമേരിക്കയിൽ ഹ്യൂസ്റ്റണിൽ നിന്നാണ് ഈ തിരുവചന ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ ദീർഘമായ 40-ലധികം വർഷങ്ങളായി ഉത്തര ഭാരതത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ സമയ പരിമിതിയിൽ എൻ്റെ സാക്ഷ്യങ്ങൾ അധികമായി എനിക്ക് പ്രസ്താവിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സാക്ഷ്യമില്ലാഞ്ഞിട്ടല്ല, കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ വേറൊരു ദിവസം ഞാൻ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാമെന്നാൽ തിരുവചനത്തിൽ നിന്ന് ആധികാരികമായി ചില ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവെന്നെ പ്രേരിപ്പിക്കുന്നതിനാൽ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകാൽ ഈ പ്രയർ ലൈനെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഞാൻ ഈ പ്രയർ ലൈനെ കുറിച്ച് എനിക്ക് അറിയുവാനിടയായത് ഡാളസിലുള്ള കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ സോണി അവറുകൾ മുഖാന്തരമാണ്. ഇങ്ങനെയൊരു അവസരവും അദ്ദേഹം മുഖാന്തരമാണ് എനിക്ക് ലഭിച്ചത്. അദ്ദേഹത്തോടുള്ള എൻ്റെ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. അപ്രകാരം കർത്താവിന്റെ ദാസി സന്ധ്യയെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ അവസരം ഒരുക്കി തന്നതിൽ കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വാക്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് പാസ്റ്റർ ലാലുകോശി. എൻ്റെ സ്വന്തം സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ തണ്ണിത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ചെറുപ്രായത്തിലെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനും അവന്റെ കൽപ്പനയായ സ്നാനം ഏൽക്കുവാനും കർത്താവ് കൃപ നൽകി. എൻ്റെ വിദ്യാഭ്യാസാനന്തരം ഞാൻ ഡൽഹിയിൽ കടന്നു പോകുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അനുഗ്രഹീതമായ ജോലി ലഭിപ്പാൻ സാധ്യത ലഭിച്ചു. എന്നാൽ കർത്താവ് എനിക്ക് നൽകിയ ദർശനപ്രകാരം ആ കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടിട്ട് കർത്തൃവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ദീർഘമായ 40-ൽ-അധികം വർഷങ്ങളായി ഉത്തരഭാരതത്തിൽ കർത്താവിന്റെ വേല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. മലയാളികളുടെ ഇടയിലല്ല. എനിക്ക് ലോക്കൽ ആൾക്കാരെ കർത്താവിലേക്ക് നേടണം, ജാതികളെ കർത്താവിലേക്ക് നേടണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ ഉത്തരഭാരതത്തിന്റെ പല ഗ്രാമങ്ങളിൽ, പ്രത്യേക പഞ്ചാബിലാണ് ഞാനിപ്പോൾ പ്രവർത്തന മേഖലയായി ഞാൻ എടുത്തിരിക്കുന്നത്. പ്രാരംഭകാലങ്ങൾ ബോംബെയും പിന്നെ രാജസ്ഥാനിലും കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി. എന്നാൽ 96 മുതൽ പഞ്ചാബിൽ കർത്താവിന്റെ വേലയിൽ വ്യാപൃതനാവിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അനേക അനുഭവങ്ങൾ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് പ്രസ്താവിപ്പാനുണ്ട്. ഞാൻ പറഞ്ഞു, സമയത്തിന്റെ പരിമിതിയും എനിക്കിത് കഴിഞ്ഞ് ഒരു 2 മീറ്റിങ്ങുകൾ കൂടെ ഉണ്ട്. അതിൽ എനിക്ക് പ്രവേശിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ സാക്ഷ്യങ്ങളെ ഇന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കാത്ത. ദൈവത്തിന് സ്തോത്രം. അതുപോലെ എനിക്ക് ലഭിച്ച ഇതിൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ പ്രയർ ലൈനെ കർത്താവ് വീണ്ടും അനുഗ്രഹവും സമൃദ്ധിയുമാക്കി തീർക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് മുഖാന്തരം അനേകർ കർത്താവിനെ അറിയുവാൻ, യേശുവിനെ സ്നേഹിപ്പാൻ കർത്താവ് കൃപ കൊടുക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ ശ്രദ്ധയെ തിരുവചനത്തിലേക്ക് കൊണ്ടുവരാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിച്ച് സഹായിക്കുമാറാകണമെന്ന് കർത്താവിൽ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, ആരെങ്കിലും ഇത് വായിച്ചു തന്നാൽ സൗകര്യമായിരിക്കും. ധന്യനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. നിങ്ങളുടെ സ്നേഹം പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിതമായ തിരുവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രേരണയിൽ എനിക്ക് മുൻപ് തിരുവചന ശുശ്രൂഷ കർത്തൃദാസനെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. നല്ല പ്രബോധനങ്ങൾ, നല്ല ഉപദേശങ്ങൾ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങൾ കർത്താവിന്റെ ദാസനിലൂടെ ചില നിമിഷങ്ങൾ നമുക്ക് കേൾക്കുവാനിടയായല്ലോ. കർത്താവിന്റെ ദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
നാം വായിച്ചു കേൾക്കപ്പെട്ടതായ തിരുവചന വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ധന്യനായ പൗലോസിന്റെ 4 കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ 4 ലേഖനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ 4 ലേഖനങ്ങളിലും വളരെ വ്യക്തമായി താൻ അനുഭവിച്ച കഷ്ടതയുടെ നടുവിൽ ദൈവജനം എങ്ങനെ ആയിരിക്കണം, കഷ്ടതകൾ നമ്മെ പ്രയാസത്തിലോ പ്രതികൂലത്തിലോ താഴ്ത്തിക്കളയില്ല, ദൈവിക പ്രത്യാശകൾ എത്ര ആഴമായി നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നുള്ള വലിയ ചിന്തകളാണ് ഈ 4 ലേഖനങ്ങളിൽ നമുക്ക് കാണുന്നത്. ഇദ്ദേഹം എഴുതിയതായ 13 ലേഖനങ്ങളും എബ്രായ ലേഖനവും ലേഖനത്തിന്റെ കർത്താവും ധന്യനായ പൗലോസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെ എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ ഈ ധന്യനായ പൗലോസ് എഴുതി. അതിൽ 13 ലേഖനങ്ങളിൽ താൻ നേരിട്ട് പറയുന്നുണ്ട്, ഇതിന്റെ എഴുത്തുകാരൻ ഞാനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പൗലോസിന്റെ ലേഖനങ്ങളെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പൗലോസിന്റെ ലേഖനങ്ങളുടെ പ്രത്യേകത, ഇത് ആരെഴുതി, എഴുത്തുകാരനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. ധന്യനായ പൗലോസായ ഞാൻ, സിൽവാനോസും തീമത്യോസും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എഴുത്തുകാരൻ ആരാണെന്ന് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പൗലോസിന്റെ ലേഖനത്തിൽ അല്ലെങ്കിൽ കത്തിൽ ഇത് ആർക്ക് എഴുതി എന്ന് എഴുതിയിട്ടുണ്ട്. ഫിലിപ്പിയ സഭയ്ക്ക്, അല്ലെ റോമിലെ വിശുദ്ധന്മാർക്ക്, ഇങ്ങനെ നമ്മൾ കാണുവാൻ കഴിയും. മൂന്നാമത്തെ വിഷയം, അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെ പ്രത്യേകത, ആരെ കുറിച്ച് എഴുതി. ധന്യനായ പൗലോസിന്റെ 14 ലേഖനങ്ങളിലും അദ്ദേഹം എഴുതുന്നത് ഒരേ ഒരു വ്യക്തിയെ കുറിച്ചാ. അത് നമ്മുടെ നസറേനായ യേശുവിനെയാ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ, ധന്യനായ പൗലോസിന്റെ ജീവിതത്തിൽ താന് അനുഭവിക്കുന്ന ഏത് സാഹചര്യത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, താൻ എല്ലായിടത്തും വെളിപ്പെടുത്തുന്നത് പുത്രനായ യേശു ക്രിസ്തുവിനെയാ. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരുന്ന ഈ വാഗ്ദത്ത മശിഹ ആരാണെന്ന് ധന്യനായ പൗലോസിന് താൻ ശൗലായിരുന്ന കാലത്ത് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് താൻ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആമേൻ, ഈ ധന്യനായ വ്യക്തി, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിന്റെ മാർഗത്തെ അംഗീകരിക്കുകയും ആ ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ തന്നെ ഒരുക്കുകയുമായിരുന്നു. ഈ 14 ലേഖനങ്ങളെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഹല്ലേലൂയ, ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു കർത്താവേ? കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. അങ്ങനെയെങ്കിൽ ഈ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ചുള്ള തന്റെ സത്യാന്വേഷണത്തിന്റെ കണ്ടെത്തലുകളാണ് തന്റെ ഈ 14 ലേഖനങ്ങൾ. എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ ദൈവമക്കൾ മനസ്സിലാകണമേ, ധന്യനായ പൗലോസ് ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞത് മുഴുവൻ വെളിപ്പാടിനാലാണ്. ദൈവത്തിന്റെ സ്തോത്രം. വചനത്തിന്റെ വെളിപ്പാടിൽ അപ്പുറം വെളിപ്പാട് പോലെ തന്നെ ആത്മാവിന്റെ വെളിപ്പാടിൽ ധന്യനായ പൗലോസ് നിറയപ്പെട്ടവനായിരുന്നു. ആ വെളിപ്പാടുകളാണ് ഈ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് അറിയുന്നത്. ഇന്ന് രാവിലെ സമയം, ഇവിടെ ഞങ്ങൾക്ക് രാവിലെയാണ്, നാട്ടില് രാത്രിയാണ്, വൈകവേളയാണ്. ഇന്ന് പകലിൽ ഈ വൈകവേളയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ ഗ്രഹിപ്പാൻ നമ്മൾ തയ്യാറാകുമാറാകണം. ഇന്ന് പകലിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ക്രിസ്തുവേശുവിനെ, അവനെ കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാടിൽ നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. പാരമ്പര്യത്തിന്റെ കെട്ടുകളോ, ഹല്ലേലൂയ, നമ്മൾ അനുഭവിച്ചു വന്ന, പ്രാക്ടീസ് ചെയ്തു വന്ന റിച്വലുകളോ അല്ലെങ്കിൽ പ്രായോഗിക തലങ്ങളിൽ നമ്മൾ കണ്ടതായ അനുഭവമോ അല്ല. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് വ്യക്തിപരമായ ബന്ധത്തിൽ ക്രിസ്തുവിനെ വെളിപ്പാടിനാൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിൽ തിരിച്ചറിയുവാനുള്ള ദൈവകൃപ ഓരോ ദൈവ പൈതലും പ്രാപിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ടതായ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ, ധന്യനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയെ കുറിച്ചുള്ളതായ തന്റെ അറിവ്
തനിക്ക് ലഭിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എഫെസ്യ ലേഖനം പഠിക്കുമ്പോൾ അവിടെ 2 പ്രാർത്ഥനകളുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ പ്രാർത്ഥനകളുണ്ട്. പൗലോസ് എപ്പോഴും തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവനാ. ഇന്ന് പ്രാർത്ഥന എന്നുള്ള വിഷയമല്ല ഞാൻ എടുക്കുന്നത് എങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവന്റെ ഹൃദയത്തിൽ പ്രേരണ നൽകുന്നത് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ എത്ര പേരുണ്ടെന്ന് ഞാൻ മനസ്സിലെ കുറച്ചു പേരെ ഉള്ളായിരിക്കാം, അത് ഒരാളെ ഉള്ളായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ വിളിച്ച് പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഭേദാഭേദങ്ങളെ വിവേചിച്ച് അറിയുന്ന ദൈവമക്കളായി ക്രിസ്തീയ ജീവിതത്തിൽ തീരുമാറാകണം. സാഹചര്യങ്ങളെ നമ്മൾ വിലയിരുത്തുന്നവരാകണം. ആത്മീക അനുഭവങ്ങൾ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുമാറാകണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ ഫിലിപ്പ്യ ലേഖനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ഫിലിപ്പ്യ പട്ടണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഫിലിപ്പ്യ പട്ടണത്തെ കുറിച്ചും ഈ ലേഖനത്തെ കുറിച്ചും നമുക്ക് വിശദീകരിപ്പാനും പഠിപ്പാനുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. AD 50 51 ഇടയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് തന്റെ 2ാം മിഷനറി യാത്രയിൽ ആരംഭിച്ച ദൈവസഭയായിരുന്നു ഈ ഫിലിപ്പ്യ പട്ടണത്തിലെ ആദ്യത്തിലെ യൂറോപ്പിലെ സഭ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഈ സഭയുടെ ആദ്യത്തെ അംഗങ്ങൾ എന്നുള്ളത് വിജാതീയരായിരുന്നു, യഹൂദരായിരുന്നില്ല. ആമേൻ. നമുക്കറിയാമല്ലോ, തുയ്തേര്യക്കാരിയായ രക്താംബരം വിൽക്കുന്ന സ്ത്രീയും. ദൈവത്തിന് സ്തോത്രം. അടുത്തത് നമ്മൾ വായിക്കുന്നത് വെളിച്ചപ്പാടത്തി സൗഖ്യമായ ആ പെൺകുട്ടി. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയൻ ജയിലർ പ്രൈസ് ദി ലോർഡ്. ഈ 3 വ്യക്തികളെയാണ് അതിപ്രധാനമായി ഫിലിപ്പ്യ പട്ടണത്തിലെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവിനാൽ ഇടപെടലുകൾ ഏർപ്പെട്ടതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, പൗലോസും ശീലാസും ഉപദ്രവമേറ്റ് അവർ ജയിലിൽ ആമത്തിൽ അവരുടെ കൈകാലുകൾ ബന്ധിച്ച് അവർ ഹല്ലേലൂയ രാത്രിയിൽ പാടി ദൈവത്തിന് ആരാധന കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഹല്ലേലൂയ. അവരുടെ മാത്രമല്ല, ജയിലിൽ അകപ്പെട്ടിരുന്ന ബന്ധിച്ചിരുന്ന സകലരുടെയും ഹല്ലേലൂയ ബന്ധനങ്ങൾ അഴിഞ്ഞു, അവർ പുറത്തു വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 3 പേർ മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നു തങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ചങ്ങലകൾ അഴിഞ്ഞു വീണ് അല്ലെങ്കിൽ വാതിലുകളാൽ പൂട്ടപ്പെട്ട ജയിലിൽ നിന്ന് ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ച വലിയൊരു സമൂഹം കുറ്റവാളികളും ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കാണും. പൗലോസ് പ്രസംഗിക്കുന്ന, പ്രാർത്ഥിക്കുന്ന യേശുവിനെ കുറിച്ച് അവർക്കും മനസ്സിലായി കാണും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ആദ്യമായി യൂറോപ്പിൽ ഈ ദൈവസഭ മാസിഡോണിയയിൽ അല്ലെങ്കിൽ ഫിലിപ്പ്യ പട്ടണത്തിൽ ഈ ദൈവസഭ ആരംഭിക്കുന്നത്. എനിക്ക് അനേക കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുവാനുണ്ട്. ഈ പട്ടണം എന്ന് പറയുന്നത് വളരെ ശുദ്ധജലത്തിന്റെ നാടായിരുന്നു, സ്വർണ്ണ ഖനികളുള്ള നാടായിരുന്നു, സമ്പൽ സമൃദ്ധമായ നാടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വലിയ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. ഇതൊരു കോസ്റ്റൽ തീരദേശം കോസ്റ്റൽ ഏരിയയാണ്. അവിടെ കപ്പൽ വ്യാപാരങ്ങളുണ്ട്, വ്യാപാര സമുച്ചയങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഹല്ലേലൂയ ധന്യനായ പൗലോസ് വാരി വിതറി അവിടെ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ദൈവസഭ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നാളോളം. പൗലോസിന്റെ വലിയ ഹല്ലേലൂയ പദങ്ങൾ ഇങ്ങനെയാണ്, ക്രിസ്തുവിന്റെ നാള്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാകണം, ക്രിസ്തുവിന്റെ നാൾ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുന്ന 2 അർത്ഥത്തിലാണ്. ഒന്ന്, മഹത്വവാനായ കർത്താവ് തന്റെ കാന്തയായ സഭയെ ചേർക്കുവാൻ വാനമേഘത്തിൽ വെളിപ്പെടുന്ന ദിനം. 2, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വെളിപ്പെടുവാനുള്ള അല്ലെങ്കിൽ മഹോദരവകാലത്തിന്റെ ദൈവത്തിന്റെ ക്രോധത്തിന്റെ നാൾ. എന്നാൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ധന്യനായ പൗലോസ് വിളിച്ചു പറയുന്ന പദം ഇതാണ്, ക്രിസ്തുവിന്റെ നാൾ എന്ന് പറയുന്നത് ഹല്ലേലൂയ തന്റെ ചങ്കിലെ രക്തം ഊറ്റിക്കൊടുത്ത് താൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടതായ തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ വാനമേഘത്തിൽ വെളിപ്പെടുന്ന സുദിനത്തെ ഓർത്താണ് ധന്യനായ പൗലോസ് ഹല്ലേലൂയ ആ കർത്താവിന്റെ നാളെന്ന് പറയുന്നത്. അവരോട് പറയുകയാണ്, ഹല്ലേലൂയ കർത്താവിന്റെ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ഒന്ന് വായിക്കണമേ, 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിന് തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഹല്ലേലൂയ പൗലോസ് അവരെ വിശദീകരിക്കുക. നിങ്ങൾ മനസ്സിലാകണം, ഇവിടെ
ഇവർ വളരെ പൗലോസ് വളരെ സന്തോഷിപ്പീൻ എന്ന് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ താൻ അനുഭവിക്കുന്ന വലിയ കഷ്ടതകളുണ്ട്. അപ്പോൾ അവർ സഭയെ ആരംഭിച്ച പൗലോസ് കഠിന ശോധനയിൽ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഈ ജനത്തിന് വിശ്വാസത്തിൽ ക്ഷീണം ഭവിക്കരുത്, ഇവർ തകർന്നു പോകരുത്, വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവരെ പ്രബോധിപ്പിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. എന്താണ് നല്ല പ്രവൃത്തി? ദൈവത്തിന് സ്തോത്രം. എനിക്ക് മുൻപ് തിരുവചനം സംസാരിച്ച കർത്തൃദാസൻ ഇവിടെ പറയുവാനിടയായല്ലോ, ഈ ലോകത്തിലെ ഇമ്പങ്ങളോ ധനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ദൈവത്തിന് സ്തോത്രം നല്ല പ്രവൃത്തി അല്ലെങ്കിൽ നല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായും നമ്മുടെ കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരകനായി അല്ലെങ്കിൽ കാൽവരി കുലകളത്തിൽ മരിച്ചു എന്നും ആ യേശുവിന്റെ രക്തത്താൽ എന്റെ ജീവിതത്തിന് അല്ലെങ്കിൽ അർത്ഥമുണ്ട് എന്നും എന്റെ പാപക്ഷമ ലഭിച്ചുവെന്നും എനിക്ക് മരണാനന്തരമാകാം അല്ലെങ്കിൽ ഞാൻ ജീവനെ വിടിയിരിക്കുമ്പോൾ കർത്താവിന്റെ വരവാകാം, എന്ത് തന്നെ മരണമോ ജീവനോ എന്തുമാകട്ടെ അവന്റെ കർത്താവിന്റെ നാളിൽ പ്രൈസ് ദി ലോർഡ്, എന്റെ കർത്താവ് പ്രത്യക്ഷനാകുന്ന നാളിൽ പ്രൈസ് ദി ലോർഡ് എന്റെ ജീവിതം എന്റെ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കും. അവനോട് ഞാൻ എടുക്കപ്പെടും, അവനോട് കൂടെ ആയിരിക്കുമെന്നുള്ള ഈ വലിയ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ആത്മാവിനും നമ്മുടെ പ്രാണനും നമ്മുടെ ശരീരത്തിനുമുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവ പൈതൽ പ്രൈസ് ദി ലോർഡ് ആ കർത്താവിന്റെ നാളിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. അതിന്റെ പ്രായോഗിക തലമാണ് കർത്തൃദാസൻ നമ്മളെ കേൾപ്പിക്കുവാൻ ഇടയായത്. ഹല്ലേലൂയ. നമ്മുടെ നാവുകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ജീവിതങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമായിരിക്കണം. അപ്പോൾ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അത് തികച്ചെടുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കൊണ്ട് അവസാനിക്കുന്നതല്ല, ഈ ഭൂമിയിലെ ദിനങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നതല്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അത് ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയെ കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയ പട്ടണത്തിലെ ഹല്ലേലൂയ ആ സുവിശേഷ വേലയിൽ ഹല്ലേലൂയ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ദൈവസഭ കൂട്ടായ്മ കാണിച്ചു. 4 അധ്യായത്തിലും 4 കൂട്ടായ്മയുണ്ട്. എനിക്ക് സമയമില്ല വിശദീകരിപ്പാൻ. പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നോട് കൂടെയുള്ള തന്റെ കൂട്ടായ്മയെ കുറിച്ച് പറയുക. കർത്താവിന്റെ വേലയിൽ നിങ്ങൾ എനിക്ക് തരുന്ന കൂട്ടായ്മ, അതിങ്ങനെ പ്രാർത്ഥിച്ച് മുൻപോട്ട് വചനം പറഞ്ഞു വരുന്ന വേളയിലാണ് നമ്മൾ ഈ 9ഉം 10ഉം വേദഭാഗങ്ങൾ 11 വേദഭാഗങ്ങൾ വായിച്ചത്. ഇവിടുത്തെ ആ 9ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നിട്ട്, അതാണ് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ ദൈവമക്കളെ മനസ്സിലാകണമേ, നമ്മൾ അനുഭവിക്കുന്ന ദൈവസ്നേഹം ഹല്ലേലൂയ അത് പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും. എനിക്ക് വിശദീകരിപ്പാൻ മുൻപിൽ അതിന് സമയമില്ല, ഞാൻ പോകുക. അപ്പോൾ നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. നമ്മുടെ സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം ഹല്ലേലൂയ നമ്മൾ വെളിപ്പെടുത്തുന്നത് നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിലാ. അല്ലാതെ നമ്മൾ പള്ളിയിൽ കടന്നു വന്ന് ഞായറാഴ്ചകളിൽ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് മാത്രം ദൈവത്തിന് സ്തോത്രം നമ്മുടെ സ്നേഹം പ്രകടനമാകുന്നില്ല. കർത്താവ് പഠിപ്പിച്ചു, ദൈവ സ്നേഹത്തെ കൽപ്പനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ കൽപ്പനകളിൽ അഥവാ 10 കൽപ്പനകളെ 1 മുതൽ 4 വരെ ദൈവത്തോടുള്ള ബന്ധത്തിലും 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യരോടുള്ള ബന്ധത്തിലും കർത്താവ് അതിനെ 2ആക്കി കഴിയുമ്പോൾ അടുത്ത ഒരു കൽപ്പന കർത്താവ് പറയാ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമ കൽപ്പന ഹല്ലേലൂയ ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും സഹോദരങ്ങളോടുള്ള ബന്ധത്തിലുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാ പറയുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാൻ പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹത്തെ കുറിച്ചാണ്, ആ കൽപ്പനയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ സ്നേഹത്തിൽ ഹല്ലേലൂയ സകല പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും. അപ്പോൾ പരിജ്ഞാനം എന്ന് പറയുന്നത് എന്താ? ഹല്ലേലൂയ നമ്മൾ സാഹചര്യങ്ങളെ വിലയിരുത്തുമാറാകണം. സ്നേഹം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദീർഘമായി ക്ഷമിക്കപ്പെടുന്നതും
ദീർഘമായി പൊറുക്കപ്പെടുന്നതും ദീർഘമായി സഹിക്കപ്പെടുന്നതും ദീർഘമായി ഹല്ലേലൂയ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതുമാ. എന്നാൽ ഈ സ്നേഹത്തെ നീ പരിജ്ഞാനത്തിൽ ഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് പറയുന്നത്, നമ്മുടെ ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം പാപത്തിന് കാരണമാകരുത്. പൗലോസ് പറയുന്ന പദം ഇതാണ്, നമ്മുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം. ദൈവ സ്നേഹം എന്ന് പറഞ്ഞ് പാപത്തിന്റെ വഴികളിലേക്ക് നമ്മൾ കരങ്ങൾ നീട്ടപ്പെടുന്ന അനുഭവമായി തീരരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സകല പരിജ്ഞാനത്തിലും വിവേകത്തിലും എന്ന് പറഞ്ഞാൽ നല്ല തിരിച്ചറിവുണ്ടായിരിക്കണം. സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഈ പദത്തെ ഹല്ലേലൂയ പറയിക്കുന്നതെന്ന് ഞാൻ എനിക്കറിയുന്നില്ല. സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല. എന്നെ കേൾക്കുന്ന മാന്യമിത്രങ്ങൾ തിരുവചനത്തിന്റെ സത്യത്തിലൂടെ തിരിച്ചറിയണമേ. അയോഗ്യമായി നടക്കാത്ത ഒരേ ഒരു ബന്ധമുണ്ട് എങ്കിൽ ഈ ഭൂമിയിൽ കാൽവറിയിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. അവിടെ ചതിവില്ല, അവിടെ വഞ്ചനയില്ല, അവിടെ ഹല്ലേലൂയ പൊളിവാക്കില്ല. അവിടെ ഉള്ളതെല്ലാം സകലതും വിവേചിച്ചറിയുന്ന ദൈവത്തിന്റെ ദൈവകൃപയുടെ വ്യാപാരമാകയാൽ എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, വീണ്ടും അടുത്ത 9-ാം വാക്യത്തിന്റെ ബാക്കി ഭാഗങ്ങളിലും ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ നിങ്ങൾ വർദ്ധിച്ചു വന്നിട്ട്. അത് എന്താണ്? ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതം വർധനവാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു പദമുണ്ട്, തികവിലേക്കുള്ള യാത്രയാണ് ക്രിസ്തീയ ജീവിതം. ഒരിക്കൽ യേശുവിനാൽ പിടിക്കപ്പെട്ട ധന്യനായ പൗലോസ് ആ ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയല്ല. ദിനം പ്രതി അവർ ക്രിസ്തുവിൽ വർദ്ധിച്ചു വന്നിട്ട്. എന്നെ കേൾക്കുന്ന മിത്രമേ, നീ രക്ഷിക്കപ്പെട്ടിട്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 4 വർഷമാകാം, 5 വർഷമാകാം, 10 വർഷമാകാം, 20 വർഷമാകാം, അല്ലെങ്കിൽ ഒരു പുരുഷായുസ് മുഴുവനാകാം. ക്രിസ്തുയേശുവിൽ നമുക്കൊരു വർധനവുണ്ടോ? നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒരു വർധനവുണ്ടോ? അതോ നമ്മൾ ഇറങ്ങിയ ഇടത്ത് തന്നെ നമ്മൾ ഇപ്പോഴും നിൽക്കുകയാണോ? നിന്റെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു വർധനവ് വേണം. ഈ വർധനവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും കൃപാവര ശുശ്രൂഷകളും കാര്യങ്ങളുമാണ്. പ്രസംഗ ചാതുര്യം, പ്രവാചക ശുശ്രൂഷ, സഹായം ചെയ്യുവാനുള്ള വരം. അപ്പൊ കൃപാവരങ്ങൾ കൊണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വർധനവിനെ നമ്മൾ ത്രാസിൽ തൂക്കാറുണ്ട്. കൃപാവര ശുശ്രൂഷകൾ അല്ല ദൈവമക്കളെ നമ്മുടെ ആത്മീക വർധനവ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മജീവിതത്തിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എത്രമാത്രം അടുത്തിരിക്കുന്നു എന്നുള്ളത് ആ ദൈവത്തിന് സ്തോത്രം വർധനവെന്ന് പറയുന്നത്. അത് ദൃശ്യമായ കാഴ്ചപ്പാടുകൾ കൊണ്ടല്ല, പ്രത്യുത ദൈവത്തിന് സ്തോത്രം ക്രിസ്തുവുമായിട്ടുള്ള ഹല്ലേലൂയ നമ്മുടെ അഭേദ്യ ബന്ധമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ക്രിസ്തു ആരായിരിക്കുന്നു എന്ന് കണ്ടെത്തുവാനുള്ള തന്റെ വ്യഗ്രതയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിലേക്ക് പൗലോസിന് പകർന്നു കൊടുത്തപ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പാടുകൾ ലഭിച്ച് യേശുവിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ അറിവ്, പൂർണ്ണ ഹല്ലേലൂയ വെളിപ്പാട് ഈ ധന്യനായ പൗലോസ് പ്രാപിച്ചെടുക്കാനിടയായി. അപ്പോൾ നമുക്ക് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള നമ്മുടെ ആത്മ തലത്തിലുള്ള വർധനവ, വളർച്ചയാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ ഹല്ലേലൂയ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദങ്ങളെ വിവേചിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. അതിന് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ദാറ്റ് യു മേ അപ്രൂവ് തിങ്സ് ദാറ്റ് ആർ എക്സലന്റ്. ദൈവത്തിന് സ്തോത്രം. ദാറ്റ് യു മേ അപ്രൂവ് ദാറ്റ് ആർ എക്സലന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും ഉത്തമമായതിനെ, നല്ലതായതിനെ നമ്മൾ ഗ്രേഡ് കൊടുക്കുമല്ലോ. ഗുഡ്, ആവറേജ്, അല്ലെ എക്സലന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ പൗലോസ് പറയുന്നത് നിങ്ങൾ ഈ ഭേദങ്ങളെ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ആത്മീക ജീവിതത്തിനകത്ത് വന്ന് കയറിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. മുഖവരയായ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് പറയുവാനുണ്ടെങ്കിലും എനിക്ക് സമയത്തിന്റെ പരിമിതികളുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ സഭ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ആത്മീക തലങ്ങളെ നമ്മൾ വിവേചിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഏദൻ തോട്ടത്തിൽ പറ്റിപ്പോയ
ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഹവ്വായിക്ക് ഡിസേണിംഗ് സ്പിരിറ്റ് ഇല്ലായിരുന്നു. തിരിച്ചറിയുവാനുള്ള ദൈവകൃപ ഹല്ലേലൂയ ഹവ്വായിക്ക് ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഈ വർത്തമാന കാലത്തും ദൈവസഭയ്ക്കകത്ത്, ക്രിസ്തീയ ജീവിതത്തിനകത്ത് ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതിന് വിപരീതമായിട്ടുള്ള പലതും, ഒറ്റവാക്കിൽ പറഞ്ഞാൽ സാത്താന്റെ മായാച്ചരക്കുകൾ പലതും നമ്മുടെ ഇടയിൽ പ്രവേശിച്ചിട്ട് ഇത് നമ്മുടെ ആത്മീക ജീവിതത്തെ ഞെരുക്കിക്കളയുന്ന, ഹല്ലേലൂയ, കർത്താവ് പഠിപ്പിച്ചല്ലോ, ഉപമ പറഞ്ഞപ്പോൾ വിതക്കാരൻ പുറപ്പെട്ടു. ചിലത് വഴിയരികെ വീണു, ചിലത് മുള്ളിനടിയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മുള്ളിനടിയിൽ വീണതിനെ എന്തു ചെയ്തു? മുള്ളു ഞെരുക്കിക്കളഞ്ഞതുപോലെ നമ്മുടെ ആത്മീക ജീവിതത്തെ അഥവാ ആത്മജീവിതത്തെ ഞെരുക്കിക്കളയുന്ന മുള്ളുകൾ പോലെയുള്ളതായ പല സംഗതികൾ, ആമേൻ, അല്ലെങ്കിൽ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ട് നമ്മുടെ മധ്യത്തിൽ പ്രവേശിച്ചു. ഇതിനെല്ലാം ഹല്ലേലൂയ ക്രിസ്തീയ പരിവേഷങ്ങൾ നൽകി, ക്രിസ്തീയ അനുഭവങ്ങൾ നൽകി, ക്രിസ്തീയ ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് പലതിനും ക്രിസ്തീയ പരിവേഷം നൽകി നമ്മൾ താലോലിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ ദൈവമക്കളെ, മാനസാന്തരം എന്ന് പറയുന്നത് പാമ്പിന്റെ പടം പൊഴിയുന്നത് പോലെ, ഹല്ലേലൂയ, ആ പടം പൊഴിയുന്നത് കൊണ്ട് ഹല്ലേലൂയ ഒരു പുതിയ പടം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ വിഷത്തിന് വ്യത്യാസമില്ല. ഇന്ന് രാവിലെ സമയം അല്ലെങ്കിൽ വൈകവേളയിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ നിത്യതയെ ഹനിക്കുന്ന ഏത് ബന്ധങ്ങൾ, ഏത് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ആത്മജീവിതത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ അത് മുഴുവൻ പടം പൊഴിച്ച പാമ്പിനെ പോലെ അകത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ വിഷത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. കർത്തദാസൻ പറഞ്ഞ പദം ഞാൻ ഓർക്കുന്നു. നീ സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ അഗ്നിനരകത്തിന് യോഗ്യനാകുമെന്ന് പഠിപ്പിച്ച കർത്താവിന്റെ ഈ തിരുവചനങ്ങളെ നമ്മൾ ഹല്ലേലൂയ മനസ്സിലാക്കുമ്പോൾ അവന്റെ തിരുവചനത്തിന് വിപരീതമായി നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, നമ്മൾ ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തിൽ ഇല്ലാത്ത പലതിനെയും, സാത്താന്റെ മായാച്ചരക്കുകളെ നമ്മൾ ദൈവസഭയ്ക്കകത്ത്, നമ്മളിപ്പോ ദൈവസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത 4 ഭിത്തി, ഒരു റൂഫ്, ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ഹോളിനെ കുറിച്ചാണ് നമ്മുടെ ചിന്ത വരും. ഞാൻ അതല്ല പറയുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മാർമിക സഭ, തന്റെ മണവാട്ടി സഭ, കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടേണ്ട അദൃശ്യ സഭയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ബാക്കി മുഴുവൻ സംഘടനകളാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും സഭയല്ല, ഇത് സംഘടനകളാ. ദൈവത്തിന് ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോൺ, അസംബ്ലീസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ മറ്റേതുമായിക്കൊള്ളട്ടെ, ഇൻഡിപെൻഡന്റ് എന്തുമാകട്ടെ, ഇത് ലോകത്തിൽ അറിയപ്പെടുന്ന സംഘടനകളാ. എന്നാൽ ക്രിസ്തുവിന്റെ മാർമിക ശരീരമായിരിക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഹല്ലേലൂയ നടക്കേണ്ടത് എന്തെന്ന് പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിരിക്കുന്ന മായാചരക്കുകളെ, ആമേ, തിരുവചനം നമ്മൾ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ മനസ്സിലാക്കിയല്ലോ. നീ ഭേദങ്ങളെ തിരിച്ചറിയണം. that you may approve things that are excellent. യോഗ്യമായതിനെയും ഉന്നതമായതിനെയും വചനത്തിന് നിരക്കുന്നതിനും മാത്രമേ ദൈവസഭ ഫോളോ ചെയ്യുവാൻ ദൈവസഭയ്ക്ക് വചനപ്രകാരം അവകാശമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് 1-2 ചിന്തകൾ മാത്രം അതിനെ ഒന്ന് ചിന്തിച്ച് വേഗത്തിൽ മുൻപോട്ട് വരുവാൻ ഞാൻ കർത്താവിൽ ധൈര്യപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഭേദാഭാദങ്ങളെ തിരിച്ചറിയുക എന്നുള്ള, വിവേചിക്കുക എന്നുള്ള പദത്തിന് ഗ്രീക്ക് പാദത്തിൽ കൊടുക്കുന്ന ഡയഫെറോ എന്ന് പറഞ്ഞാൽ ഡിഫർ, അല്ലെങ്കിൽ ശോധന ചെയ്തറിയുക, ശോധന ചെയ്ത്. ദൈവത്തിന് സ്തോത്രം. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ ഹിന്ദിയിൽ ഞങ്ങൾ പറയുന്നുണ്ട് പരക്കെ ദേക്കിന, നമ്മളെ തന്നെ ഹല്ലേലൂയ പരക്കെ ദേക്കിന, ഒന്ന് ശുദ്ധീകരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യുക എന്നുള്ള പദം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ അതിനെ നമ്മൾക്കറിയാം പരിശോധിക്കുക. ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു രോഗി ചെല്ലുമ്പോൾ ആ ഡോക്ടർ ടെലസ്കോപ്പ് വെച്ച്
അല്ലെങ്കിൽ പരിശോധിക്കുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്നു, സ്കാൻ ചെയ്യുന്നു. ആ രോഗത്തെ നിവാരണത്തിനല്ല, രോഗം കണ്ടുപിടിക്കുവാൻ. രോഗനിവാരണം രണ്ടാമതാണ്, രോഗം കണ്ടുപിടിക്കുവാൻ ചില ടെസ്റ്റുകൾ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അതേ പദമാണ് തിരുവചനത്തോടെ പറഞ്ഞ ഡിഫെറോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡിഫർ, ഡയഫറോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. വിവിധ നിലകളിലുണ്ട് കർത്താവ് നമ്മളെ ശോധന ചെയ്യുന്നത്. നമ്മൾ കർത്താവ് ശോധന ചെയ്യുന്നതിനേക്കാൾ ഹല്ലേലൂയ ഉപരിയായി നാം നമ്മെ ശോധന ചെയ്യണം. അതാണ് പൗലോസ്, ഞാൻ പറഞ്ഞത്, പൗലോസിന്റെ ജീവിതത്തിലെ സകല ക്രിസ്തീയ ജീവിതത്തിന്റെ വഴിത്തിരിവുകളും ക്രിസ്തീയ ജീവിതത്തിന്റെ തന്റെ ധന്യതയും ക്രിസ്തുവേശുവിലൂടെയുള്ള വെളിപ്പാടാണ്. അപ്പോൾ തിരുമേശയോടുള്ള ബന്ധത്തിൽ ധന്യനായ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. അപ്പോൾ നമ്മൾ ഓർക്കുന്നേ, ഈ തിരുമേശയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ എന്നെ ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വാക്ക് എന്തായിരുന്നു, പ്രവൃത്തി എന്തായിരുന്നു, ഇത് ആ ഒരു ചിന്തകളാണ്. അങ്ങനെയല്ല. നമ്മളെ മുറ്റുമായി നമ്മുടെ ആത്മജീവിതത്തിന് തടസ്സമായിട്ട് എന്നിലുള്ള ഏതെല്ലാം കുറവുകളുണ്ടോ അതിനെ ഞാൻ ഗുഡ് ബൈ പറയുമാറാകണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ മനസ്സിലാക്കുക, നീ ശോധന ചെയ്യുമാറാകണം. ഞാൻ ഉദാഹരണത്തിന് അപ്പദം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പൗലോസ് തന്റെ ആത്മജീവിതത്തിന് തടസ്സമായി വരുന്ന ദൈവസഭകൾക്ക്, തന്റെ ക്രിസ്തുവിന്റെ മാർമിക ശരീരത്തിന് വരുവാനുള്ളതായ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന പുഴുക്കുത്തലുകൾ അല്ലെങ്കിൽ ആത്മീക പരാജയങ്ങൾ എന്താണെന്ന് ഈ 14 ലേഖനങ്ങളിലും ധന്യനായ പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ഫിലിപ്പ്യ പട്ടണം സമൃദ്ധിയായ പട്ടണമാണ്. ഫിലിപ്പ്യ സഭ സമൃദ്ധമായ സഭയാണ്. ഇവിടെ നിന്ന് പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസിന് വേണ്ടിയ ദ്രവ്യങ്ങൾ, ധനങ്ങൾ, അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളൊക്കെ എപ്പിഫ്രാദിത്തോസിന്റെ കയ്യിൽ പൗലോസിന് കൊടുത്തുവിടുന്നുണ്ട്. എല്ലാ ഈ സഭ അനുഗ്രഹിക്കപ്പെട്ടതാ. എന്നാൽ ഈ സഭയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഡിസ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മള് കൊരിന്ത്യ സഭയിലെ ഡിവിഷൻ പോലെയല്ല, ഇവർക്ക് ഒരു ഡിസ്യൂണിറ്റി ഉള്ളതായി 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ ആ ഭാഗവും എടുക്കുന്നില്ല. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്ന 1-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിലെ നിങ്ങൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എന്തൊക്കെയാണ് ഇന്ന് ദൈവസഭയിൽ വന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ, പിശാചിന്റെ മായ ചരക്കുകൾ എന്താണെന്ന് ദൈവസഭ തിരിച്ചറിയണമേ. കർത്തൃദാസന്മാർ ആരെങ്കിലും ഒരു വേദഭാഗം ഒന്ന് വായിച്ചു തരുമാറാകണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ. ആരും ലൈനിലില്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെ. നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു, അതേ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു വന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമാണ് ഈ വേദഭാഗം. നമ്മളിവിടെ ധന്യനായ പൗലോസ് കൊരിന്ത്യ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അപ്പോൾ ദൈവസഭയെ കുറിച്ചുള്ള തൻ്റെ ആത്മാർത്ഥത എത്രമാണെന്ന് ചിന്തിക്കണമേ. അവിടെ അടുത്ത പദം പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി എന്ന് നമ്മൾ സ്വീകരിച്ചു. അന്ന് നമ്മുടെ വിവാഹ നിശ്ചയം നടന്നു. ഇനിയും നമ്മുടെ ആത്മമണവാളനായ കർത്താവ് വാനമേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ അവനോട് ഒരുമിച്ച് നമ്മൾ വാനമേഘത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുന്ന ആ സുദിനം, പിന്നീട് 7 വർഷക്കാലം നമ്മുടെ കർത്താവിനോടുകൂടെ ആകാശമേഖലയിൽ സ്വർഗങ്ങളിൽ നമ്മൾ ആയിരിക്കും. അന്ന്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിവാഹം നടക്കുന്നു പറഞ്ഞാൽ ഇന്ന് ആശ്ചര്യമായി നടക്കുന്ന കല്യാണം എന്നുള്ള അർത്ഥത്തിലല്ല, തന്റെ ചങ്കിലെ രക്തം ഊറ്റിക്കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട തന്റെ കാന്തയെ, അല്ലെങ്കിൽ പൗലോസ് പറയുന്നു നാം ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണെന്ന്. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ രാജ്യത്വം ഏൽപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിന് എന്തെല്ലാം അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടോ അതിന് നമ്മളെ കൂട്ടവകാശികളാക്കി ക്രിസ്തുവിന്റെ അവകാശത്തിൽ നമ്മെ ചേർക്കുന്നതിനാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ അവകാശത്തിന് നമ്മളെ വരുംകാല നിത്യതയിൽ കർത്താവ് കൂട്ടവകാശികളാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ക്രിസ്തുവിനോട് ചേരുവാൻ ആഗ്രഹിക്കുമ്പോൾ, പൗലോസ് സന്ദേഹപ്പെടുന്ന, ഭാരപ്പെടുന്ന, വേദനപ്പെടുന്ന ഒരു വലിയ തന്റെ ഒരു മനോവേദനയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ, വായിച്ചല്ലോ, ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി എന്ന് പറഞ്ഞാൽ ഒരുവിധമായ കുറവുകളും ഇല്ലാത്തവളായി. അതാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ തേജസ്സോടെ നിർത്തേണ്ടതിന് അവൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ശ്രദ്ധിക്കണം ദൈവമക്കൾ, ക്രിസ്തുവേശു നമ്മളെ എങ്ങനെയാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുന്നത് അതിന്റെ 5-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. ഒരു ദൈവസഭയുടെ ശുദ്ധീകരണം ഒന്ന് കാൽവറിയിലെ രക്തത്താൽ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ചങ്കിലെ രക്തം ഊറ്റിയപ്പോൾ, ഒരു പാപി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, അവന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടക്കേണ്ടതിന് കാൽവരി ക്രൂശിലെ യാഗത്തിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ഈ ദിനത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ വചനത്താൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച് വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ നമ്മുടെ യാത്ര, ഞാൻ പറഞ്ഞു, ക്രിസ്തീയ ജീവിതം തികവിലേക്കുള്ള യാത്രയാ. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ യേശുവിന്റെ രക്തത്താലും ക്രിസ്തുവിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും നാം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ നമ്മുടെ ദേഹത്തിന്റെ വീണ്ടെടുപ്പ്, കാഹളനാദം ധ്വനിക്കുന്ന വേളയിൽ, പ്രാണപ്രിയൻ വാനമേഘത്തിൽ വെളിപ്പെടുന്ന നാളിൽ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാരും ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ മർത്യമായത് മാറി അമർത്യത്തെ ധരിച്ച് കർത്താവിനോടുകൂടെ ആയിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. എന്നാൽ ഈ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് പൗലോസ് പറയുന്നത് എങ്ങനെയെന്ന്, അതാണ് ഞാൻ വേദഭാഗം വായിച്ചത്. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇത് വെള്ളത്താലുള്ള സ്നാനമെന്ന അല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ആത്മീക ജീവിതം എന്നുള്ള പദമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ആത്മജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവോ അതുപോലെ നമ്മൾ ഒരു അദൃശ്യ ആത്മമണ്ഡലത്തിലാണ് നമ്മുടെ ജീവിതം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പോലെ നമ്മൾ മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാ. അല്ലേ? നമ്മൾ മരിച്ചോ? ലിറ്ററലി നമ്മൾ ജീവിക്കുകയല്ലേ? എന്നാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ കൽപ്പനയായ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മളൊരു മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ആത്മലോകത്തിൽ ദൈവവുമായി ആത്മാവിനും മാത്രമേ ബന്ധപ്പെടുവാൻ കഴിയൂ. നമ്മൾ പലപ്പോഴും പല ഉപദേശത്തിന്റെ കാറ്റിനാൽ ഉലയപ്പെട്ടവരായി നമ്മൾ ആയിത്തീരുകയാ. നമ്മുടെ ആത്മീക ജീവിതമല്ല പറയുന്നത്, ഞാൻ ആ പദത്തെ വീണ്ടും ചിന്തിക്കണമേ. നമ്മുടെ ആത്മജീവിതം കർത്താവിനോട് ആത്മീക ജീവിതത്തിലാണ് കൃപാവരങ്ങളുമായി നമ്മൾ മുൻപോട്ട് പോകുന്നത്. അവിടെ നമുക്ക് കൃപാവര ശുശ്രൂഷകളുണ്ട്, കൃപാവര കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ആത്മജീവിതം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ വായിക്കുന്നു, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി
തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാകണം. ഹല്ലേലൂയ. കാന്തയെ ഹല്ലേലൂയ സകലവിധമായ കുറവുകളോടുകൂടെ കർത്താവ് സ്വീകരിച്ചത്. അതാണ് പൗലോസ് പറയുന്നത്, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ അവന് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി. എന്റെ വിശുദ്ധിയുടെ മാനദണ്ഡത്തിലല്ല, എന്റെ പാരമ്പര്യത്തിന്റെ മാനദണ്ഡത്തിലല്ല, എന്റെ ധനശ്രേഷ്ഠതയുടെ പാരമ്പര്യത്തിലല്ല, എന്റെ ഭക്തിയുടെ വേഷത്തിലല്ല, എന്റെ ഭക്തിയുടെ കാരണത്താലല്ല എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത്. നമ്മെ സ്നേഹിക്കുന്നത്, തിരുവചനം പറയുന്നത്, കർത്താവ് നമ്മെ സ്നേഹിച്ചത് നമ്മൾ പാപികളായിരിക്കുമ്പോൾ. ആ പാപി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ. അതാണ് നമ്മൾ പേരിട്ട മുടിയൻ പുത്രൻ എന്നുള്ള കഥയിൽ പറയുന്നത്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ശ്രദ്ധിക്കണമേ, സ്വർഗത്തോടും നിന്നോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറയുമെന്ന് പറഞ്ഞ അതേ അവസ്ഥയാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. അപ്പോൾ അവൻ നമ്മെ പാപികളായിരിക്കുമ്പോൾ തന്നെ സ്നേഹിച്ചതിനാൽ, കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചതിനാൽ അവൻ നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അടുത്ത വചനത്തിൽ അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ. എന്താണ് ഈ വചനത്തോടുകൂടിയുള്ള ജലസ്നാനം? നമ്മൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പഠിക്കുമ്പോൾ ഈ സ്നാനം എന്നുള്ളതിന് വെള്ളം നിർബന്ധമാണ്. പഴയ നിയമത്തിലെ സ്നാനം എന്ന് പറഞ്ഞ കഴുകല. അവർ താമ്രത്തൊട്ടിയിൽ പുരോഹിതന്മാരെ അവരുടെ കൈകാലുകൾ കഴുകുമായിരുന്നു. ആലയ ശുശ്രൂഷകൾക്ക് വേണ്ടി അവരെ ശുദ്ധീകരിക്കുമായിരുന്നു. അതാണ് പൗലോസ് പറയുന്ന വിവിധ സ്നാനങ്ങളുടെ ഉപദേശം. അത് എബ്രായ വിശ്വാസികളെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ സ്നാനം എന്നുള്ള ആ പദത്തിന് വെള്ളം അനിവാര്യമാണെന്ന്, അത് ശുദ്ധീകരണത്തിന് വെള്ളമാണ് അനിവാര്യം, അത് ഉപയോഗിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറയുന്നത് വചനത്തോടുകൂടിയ ജലസ്നാനം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വചനത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമാറാകണം. സാത്താന്റെ സകലവിധ മായാ ചരക്കുകളും നമ്മളിൽ നിന്ന് മാറ്റപ്പെടണം. പിശാച് കൊണ്ടുവന്നിരിക്കുന്നവയാണോ എന്ന് നമ്മൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലയളവിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മനപരിവർത്തനമില്ലാതെ മതപരിവർത്തനത്തിലേക്ക് റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന സാമ്രാട്ട് കുസ്തന്തീനോസ് ചക്രവർത്തി കടന്നു വന്നപ്പോൾ അന്ന് റോമിൽ ഉണ്ടായിരുന്ന ഹല്ലേലൂയ ജാതീയ ആചാരങ്ങൾ മുഴുവൻ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടു. സമയപരിമിതികളുണ്ട്, എനിക്കറിയാം. എന്നാൽ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടത് മുഴുവൻ ഹല്ലേലൂയ ദൈവസഭയിലേക്ക് ജാതീയ മണ്ഡലത്തിൽ നിന്ന് കടം കൊണ്ടു. അത് ദൈവസഭയ്ക്കകത്ത് പ്രവേശിക്കപ്പെട്ടു. അത് ഓരോന്നോരോന്നായി ഞാൻ വിശദീകരിപ്പാൻ ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്നില്ല. എന്നെക്കാൾ പ്രബുദ്ധരായ ദൈവജനമാണ് ഈ ദൈവശബ്ദം കേൾക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ധന്യനായ പൗലോസ് പറഞ്ഞ ആ പദം ഹല്ലേലൂയ, അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, ഒന്ന്, പിതാവിന്റെ ഹിതത്തിന് താൻ ഏൽപ്പിച്ചു കൊടുത്തു. രണ്ട്, പൂർണ്ണ ബലഹീനതകളോടും കൂടെ നമ്മെ സ്നേഹിപ്പാൻ, അംഗീകരിപ്പാൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ഭാഗമായി തീർന്നു. എവിടെയും നമ്മൾ നോക്കിയ കർത്താവായ യേശു ക്രിസ്തു നീ ആരാകുന്നു എന്നൊക്കെ ചിന്ത വരുമ്പോൾ, ചോദിക്കുമ്പോൾ കർത്താവ് എടുത്ത ഒരൊറ്റ പേരേ ഉള്ളൂ, മനുഷ്യപുത്രൻ. ഹി ഐഡന്റിഫൈഡ് വിത്ത് us. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ പോലെ ഒരുവനായി, അതാണല്ലോ പറയുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. നമ്മെ പോലെ ആയിത്തീരുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി വെളിപ്പെടുവാൻ, തന്റെ മാർവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവസഭയെ വെളിപ്പെടുത്തേണ്ടതിന് അവൻ നമ്മെ പോലെ, പാപിയെ പോലെ അവൻ ആയിത്തീരുവാനിടയായി. രണ്ട് കാര്യം. ഒന്ന്, ദൈവസഭയെ കർത്താവ് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ പിതാവിന്റെ സമ്പൂർണ്ണ ഹിതത്തിന് ഏൽപ്പിക്കപ്പെട്ടു. രണ്ട്, ദൈവസഭയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടു. അപ്പോൾ ദൈവസഭ മനസ്സിലാക്കണം, ക്രിസ്തു അവർ തന്നെത്താൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി നല്ല യാഗവും സുഗ്രാഹ്യമായ യാഗമായി അർപ്പിക്കപ്പെട്ടതിനാൽ, അതാണ് ഭക്തൻ പാടുന്നത്, നീങ്ങിപ്പോയി എന്റെ പാപങ്ങൾ, ഹല്ലേലൂയ മാറിപ്പോയി എന്റെ രോഗങ്ങൾ, സൗഖ്യമാക്കി എന്റെ രോഗങ്ങൾ. ആ പാട്ട് നമ്മൾ പാടുന്നുണ്ട്. അപ്പോൾ എന്റെ യേശുവിന്റെ ഹല്ലേലൂയ പിതാവിനോടുള്ള ഹിതത്തിന്
സമ്പൂർണമായി ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ, എന്റെ പാപത്തിന്റെ പാശങ്ങൾ എന്നിൽ നിന്ന് അഴിഞ്ഞു മാറി അവൻ എന്റെ പിതാവും ഞാൻ അവന് മകനുമായി തീരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയതിനെ ഓർത്ത് എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുക. അങ്ങനെ ഹല്ലേലൂയ, ദൈവസഭ ഹല്ലേലൂയ വചനത്തിൽ വായിക്കുന്നത് കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി നിൽക്കേണ്ടതിന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്, എന്റെ ഭാഷ ഞാൻ പറഞ്ഞാൽ ചെറുക്കന് പറ്റിയ പെണ്ണായിരിക്കണം ദൈവസഭ. ദൈവത്തിന് സ്തോത്രം. മണവാളന് പറ്റിയ മണവാട്ടിയെ ചേർക്കുവാനാ നമ്മുടെ കർത്താവ് വരുന്നത്. അല്ലാതെ മണവാളൻ ശൂലേമിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മണവാളന്, നിന്റെ പ്രിയന് മറ്റുള്ളവരെക്കാൾ എന്താണ് മറ്റ് ശ്രേഷ്ഠത? ശൂലേമി പറയുന്നു, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. അങ്ങനെയാണെങ്കിൽ കൊടികളോടുകൂടിയ സൈന്യമായി ചന്ദ്രനെ പോലെ ശോഭയുള്ള പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഇത്ര പ്രഭയുള്ള ഇവൾ ആരെന്ന് ചോദിക്കത്തക്ക നിലയിൽ ഒരു ദൈവസഭ തേജസ്സിന്റെ മഹിമയിലേക്ക് മടങ്ങി വരുവാൻ കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഈ പകൽക്കാലം പ്രസ്താവിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വായിച്ച വാക്യത്തിലേക്ക്, കൊരിന്ത്യർ ലേഖനത്തിലേക്ക് മടങ്ങി വരുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി, കുറവുള്ള കന്യകയായിട്ടല്ല, ബലഹീനതയുള്ള കന്യകയായിട്ടല്ല. ആ നിർമ്മലം എന്ന് പറയുന്നത് ഊനമില്ലാത്തതെന്ന അതേ പദമാണ് ഹല്ലേലൂയ പഴയ നിയമ യാഗങ്ങളിൽ, ഹല്ലേലൂയ യാഗപീഠത്തിൽ കൊണ്ടുവരുന്ന മൃഗത്തെ പുരോഹിതൻ പരിശോധിക്കുമ്പോൾ വചനത്തിൽ വായിക്കുന്നത്, ഈ യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന് സുഗ്രാഹ്യമാകേണ്ടതിന് ആ മൃഗം ഊനമില്ലാത്തതായിരിക്കണം. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവജനം, ഈ ദൈവശബ്ദം കേൾക്കുന്നവർ മനസ്സിലാകണമേ, നമ്മൾ ക്രിസ്തുവിന്റെ വരവിങ്കൽ ആമേൻ ഒരു ഊനവുമില്ലാത്തവരായി പരിപൂർണപ്പെട്ടതായ ഹല്ലേലൂയ സഭയായി തീരണം. തിരുവചനത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മനസ്സിലാക്കുക, ഹല്ലേലൂയ കുറവുള്ളൊരു സഭയെ ചേർക്കുവാൻ കർത്താവ് വരുന്നില്ല. നീ തികഞ്ഞവനായിരിക്കണം. എന്ത്? ഹല്ലേലൂയ, നീ സ്നേഹത്തിലും പരിജ്ഞാനത്തിലും തികഞ്ഞു വരണമെന്ന് പറയുമ്പോൾ നീ വിശുദ്ധിയിൽ തികഞ്ഞു വരുന്ന ഒരു സഭയായിരിക്കണം. ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. പിശാചിന മായാ ചരക്കുകളെ ദൈവസഭയിൽ നിന്ന്, ആത്മീക ജീവിതത്തിൽ നിന്ന് പുറന്തള്ളുവാൻ ദൈവസഭ തയ്യാറാകണം. ഇവിടെ പൗലോസ് പറയുന്നു, ക്രിസ്തു എന്ന ഏകപുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ ഞാൻ ഭയപ്പെടുന്നതൊന്നുണ്ട്. എന്ത്? സാത്താൻ അല്ലെങ്കിൽ പാമ്പ് ഹവ്വായെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്കോ ഒരു കൂട്ടായ്മകൾക്കോ ആത്മീകമായ അനുഭവങ്ങൾക്കോ മാത്രമായി സമയം വേർതിരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ദൈവജനം എന്നുള്ള ബോധം നമ്മെ ഭരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഇവിടെ പറയുന്നത്, ആ ഏതു നിമിഷവും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും സൂക്ഷിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ ഏത് സ്ഥലത്തും ക്രിസ്തുവിനെ നമ്മൾ വെളിപ്പെടുത്തുന്നവരാകണം. ക്രിസ്തുവിന്റെ മനോഭാവത്തെ വെളിപ്പെടുത്തുന്നവരാകണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ആരും നിങ്ങളെ വഞ്ചിക്കരുത്. എന്താണ് ഇവിടെ പറ്റിയിരിക്കുന്നത്? വായിക്കണമേ ഒന്നുകൂടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 11-4 മുതൽ ഒന്ന് വായിച്ചു തന്നാട്ടെ. 2 കൊരിന്ത്യർ ഇപ്പൊ വായിച്ചത്. 11-1 മുതൽ 4 വരെ. 11 നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു, അതേ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള. ഇവിടെ ഒരു പദം പൗലോസ് രേഖപ്പെടുത്തുന്നത്, നിങ്ങളുടെ മനസ്സ്
ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. ശ്രദ്ധിക്കുക, ഇതിവിടെ ഏദൻ തോട്ടത്തിൽ നിഷ്പാപയുഗത്തിൽ സംഭവിച്ച ഒരു സംഭവത്തിന്റെ തുടർക്കഥയായിട്ടാണ് അതിനെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ പറയുന്ന പദം ഹല്ലേലൂയ, നോ, അത് ഹവ്വായെ സർപ്പം ചതിച്ചതുപോലെ, ഡിസീവ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഡിസീവ് എന്ന് പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, അതാണ് ചതിവ്. സത്യത്തെ നമ്മൾ ഓർക്കുന്ന പഴന്തീറ്റിച്ചു, തേജസ്സിൽ നിന്ന് അന്യപ്പെടുത്തി, അതല്ല. ദൈവം പറഞ്ഞ യാഥാർത്ഥ്യത്തിൽ നിന്ന് ദൈവജനത്തെ മാറ്റിക്കളയുക. നമ്മൾ ഇന്ന് നമ്മുടെ ദൈവസഭകളിൽ, എന്നെ ഉൾപ്പെടെ ഞാൻ നിർത്തിക്കൊണ്ടാ പറയുന്നത്, എന്നെ കൂടെ ഞാൻ പ്രതികൂട്ടി നിർത്തുകയാണ്. ദൈവസഭകളിൽ നമ്മുടെ ആത്മിക ജീവിതത്തിൽ പരമാർത്ഥ ഹൃദയത്തിൽ പറയുവാൻ കഴിയുമോ, ദൈവം ഇത് എന്നോട് പറഞ്ഞിട്ടാ ഞാൻ ചെയ്തതെന്ന്? പലപ്പോഴും നമ്മുടെ ആത്മിക ജീവിതത്തിൽ പറയും, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. വാസ്തവമാണോ? നമ്മുടെ മനസ്സിലെ തോന്നലുകളല്ലേ പലതും. നമ്മുടെ മനസ്സിലെ തോന്നലുകൾ പലതും ദൈവാത്മാവ് പറഞ്ഞതായി നമ്മുടെ അന്തരാത്മാവിൽ അല്ലെങ്കിൽ നമ്മുടെ ദേഹിയിൽ ഉണ്ടായ വികാര വിചാരങ്ങൾ, ഹല്ലേലൂയ, അത് ദൈവാത്മാവിന്റെ ആലോചനയാണ് എന്നും പറഞ്ഞ് നമ്മള് ശുശ്രൂഷകളിൽ ആത്മിക ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്നവരല്ലേ? ഇത് സത്യത്തിൽ വഞ്ചനയുടെ ആത്മാവല്ലേ? ദൈവാത്മാവ് പലപ്പോഴും പലരും പറയും, ദൈവം എന്നോട് പറഞ്ഞു ഇത് ചെയ്യുവാൻ. വാസ്തവമായിട്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചു നോക്കിക്കേ, ഇത് ദൈവം പറഞ്ഞതാണോ, നമ്മുടെ മനസ്സ് പറഞ്ഞതാണോ? ഇവിടെ പൗലോസ് പറയുക, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. യേശുവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിലും ആലയത്തിന്റെ നാശീകരണത്തോടുള്ള ബന്ധത്തിലും ഒക്കെ കർത്താവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിന്റെ വരവിനും ലോകാവസാനത്തിലും അടയാളം എന്ന് ചോദിച്ചപ്പോൾ ആരും നിങ്ങളെ തെറ്റിക്കരുത്. നമ്മൾ ഓർക്കുന്നേ ഈ തെറ്റിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് എതിർ ക്രിസ്തു വരുന്നു, അല്ലെങ്കിൽ യുദ്ധമുണ്ടാകുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു അല്ല. ഒന്നാമത്തെ തെളിവ് ഹല്ലേലൂയ, ആത്മലോകത്തിൽ ഹല്ലേലൂയ ഡിസീവിങ് സ്പിരിറ്റ് വ്യാപരിക്കും. മനസ്സിലായ എത്ര പേരുണ്ട്? ഡിസീവിങ് സ്പിരിറ്റ്, ചതിക്കുന്ന ആത്മാവ്. ചതിക്കുന്ന ആത്മാവ്. യുദ്ധം വരുന്നതല്ല, ജാതിയോട് എതിർക്കുന്നതല്ല, ക്ഷാമോ ഭൂകമ്പോ ഉണ്ടാകുന്നതല്ല. ഒന്നാമത്തെ തെളിവാണ് ഡിസീവിങ് സ്പിരിറ്റ്. അതിൽ ദൈവാത്മാവ് വചനത്തിൽ പറയുന്നു, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായി എത്ര പേരുണ്ട്? ആദ്യമേ സംഭവിക്കുന്നത് വിശ്വാസത്യാഗമാണ്. എന്ത്? ഹല്ലേലൂയ, നമ്മെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുന്ന. എങ്ങനെ നമ്മൾ തള്ളിപ്പറയുന്ന? വാക്കുകൊണ്ടും ചിന്ത കൊണ്ടൊന്നും നമ്മൾ തള്ളിപ്പറയുന്നില്ല. നമ്മെ വിലയ്ക്ക് വാങ്ങിയ നാഥന്റെ പ്രമാണത്തിന് നിരക്കാത്തതിനെ പലതിനെയും നമ്മൾ ഹല്ലേലൂയ സ്വാഗതം ചെയ്യും. ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടെത്തിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ ഹല്ലേലൂയ വിശ്വാസത്യാഗം ഡിസീവിങ് സ്പിരിറ്റ് ആണ്. നമ്മളെ ചതിക്കുകയാണ്. ആത്മലോകത്തിൽ നമ്മെ നിത്യതയ്ക്ക് ഹനിക്കപ്പെടുകയാണ്. അതാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ, കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ പറഞ്ഞു, ഹല്ലേലൂയ, അവരെല്ലാവരും സമുദ്രത്തിലൂടെയും ഹല്ലേലൂയ മേഘത്തിലൂടെയും കടന്ന് സ്നാനമേറ്റു. അവരെല്ലാവരും ഒരു ആത്മീക പാനീയം കുടിച്ചു. ഹല്ലേലൂയ, അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. എന്നാൽ എല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ ആത്മനദിയായ ക്രിസ്തുവിൽ നിന്ന് അവർ കുടിച്ചവരാണ്. ആത്മീക ഭോജനം കഴിച്ചവരാണ്. മേഘത്തിൽ സ്നാനമേറ്റവരാണ്. സമുദ്രത്തിൽ സ്നാനമേറ്റവരാണ്. അവരെ പുറമെ നോക്കിയാൽ അവരുടെ ജീവിതമെല്ലാം ദൈവത്തിന് സ്തോത്രം അനുഗ്രഹമാണ്. എന്നാൽ വചനത്തിൽ വായിക്കുന്നു, അവർ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. എന്നെ സ്നേഹിക്കുന്ന മിത്രമേ, ഇന്ന് രാവിലെ സമയം, ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട്
സംസാരിക്കുകയാണ്. നീ ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോയ സാഹചര്യങ്ങളില്ലേ, ഒരുവനും നിന്നെ ചതിച്ചു കളയരുത്, നിന്റെ വീരിത് കെടുത്തിക്കളയരുത് എന്ന പൗലോസ് പറയുന്നു. ഒന്ന് ഞാൻ അറിയുന്നു, ഹല്ലേലൂയ, ഞാൻ അറിയുന്നു എന്ത്? അവനെ ഞാൻ ആരെന്ന് അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ആരാണെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി അന്ത്യത്തോളം കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ സമയം അല്ലെങ്കിൽ വൈകവേളയിൽ ദൈവകൃപയിൽ നിന്ന് നിന്നെ അന്യപ്പെടുത്തുന്ന എല്ലാ അന്യായ ബന്ധനങ്ങളിൽ നിന്നും അന്യായ വഴികളിൽ നിന്നും നീ വേർപെട്ട് വിശുദ്ധമായ ഒരു ജീവിതത്തിനായി ഒരുക്കപ്പെടുവാൻ ദൈവസഭയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. കാരണം പൗലോസ് വെളിപ്പെടുത്തുന്നു, ഞങ്ങൾ പ്രസംഗിക്കാത്ത ഒരു യേശു, ഞങ്ങൾ പ്രസംഗിക്കാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരാത്മാവ്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു സുവിശേഷം. സമയപരിമിതിയിൽ എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. മനസ്സിലാക്കുക, ദൈവസഭയ്ക്കകത്ത് വന്നുകൂടിയിരിക്കുന്ന ഡിസീവിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രസംഗിക്കാത്ത യേശു. ഒറ്റ വാക്കിൽ പറയട്ടെ, പൗലോസേ നീ പ്രസംഗിച്ച യേശു ആരാ? പൗലോസ് പറയും, അല്ലെങ്കിൽ യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. എന്താണ് പൗലോസെ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ പ്രത്യേകത? സ്തോത്രം, ഹല്ലേലൂയ. ആ ക്രൂശിക്കപ്പെട്ട യേശുവിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവസരം തന്നാൽ ഞാനത് പിന്നീട് ചിന്തിക്കാം. എന്നാൽ ഈ യേശു അല്ലാതെ, ഈ യേശു പാപക്ഷമ തന്നു, ഈ യേശു രോഗസൗഖ്യം തരും, ഈ യേശു നന്മ തരും, ഇതെല്ലാം സത്യമാണ്. എന്നാൽ ഈ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുവാനിടയായി, ഹല്ലേലൂയ, ഈ യേശുവിനോട് കൂടെ ശുശ്രൂഷ ചെയ്ത് അല്ലെങ്കിൽ യേശുവിനെ ശുശ്രൂഷ ചെയ്തു വന്ന അനേകരുണ്ട്. ആ 7-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. എന്റെ കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. മിത്രമേ, അത്ഭുതം നടന്നില്ലേ? രോഗസൗഖ്യം നടന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രവചനം നടന്നില്ലേ? അവിടെ വ്യാപരിച്ച് അവരുടെ കൂടെ ഒരു യേശു ഇല്ലായിരുന്നു. ആ യേശു ആരാ? ഈ ക്രൂശിക്കപ്പെട്ട യേശു രോഗസൗഖ്യത്തിനപ്പുറം, പ്രവചനങ്ങൾക്കപ്പുറം, നമ്മൾ അനുഭവിക്കുന്ന നന്മകൾക്കപ്പുറം പാപക്ഷമ തന്ന യേശുവ. ഇന്ന് സുവിശേഷ യോഗങ്ങളിൽ പാപക്ഷമയില്ല. ഇന്ന് ഹല്ലേലൂയ സുവിശേഷ യോഗങ്ങളിൽ മാനസാന്തരമില്ല. ഇന്ന് സുവിശേഷ യോഗങ്ങളിൽ അനുതാപത്തിലേക്ക് മടങ്ങി വരുത്തുന്ന ശുശ്രൂഷകൾ കാണുവാൻ കഴിയുന്നില്ല. ഈ യേശുവെന്തിയെ, ക്രൂശിക്കപ്പെട്ട യേശുവെന്തിയെ? രോഗിയാണോ? ഇതെല്ലാം പറഞ്ഞു നീ രോഗിയാണോ? വാ, ഞാൻ നിനക്ക് പ്രാർത്ഥിക്കാം, രോഗസൗഖ്യം തരും. രോഗസൗഖ്യം കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. മരണത്തിനപ്പുറത്ത് കർത്തദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ധനവാന്റെയും ലാസറിന്റെയും കഥ പറഞ്ഞല്ലോ. അത് പടിനിമി ഉദ്ധരണി വെച്ച് പ്രവാചകൻ ഹല്ലേലൂയ കർത്താവ് പഠിപ്പിച്ചുവെങ്കിലും ആമേൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരനുഭവമാണ് ക്രിസ്തീയ ജീവിതമെന്ന് ഈ പകൽക്കാലം അറിയുമാറാകണമേ. നിനക്ക് പാപക്ഷമ ലഭിക്കാത്ത രോഗസൗഖ്യം അത് ദൈവികമല്ല, അത് നിലനിൽക്കുന്നതല്ല, അത് ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതാ. ഗ്ലോറി. ഈ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഏതാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ ഞാൻ വരച്ചു കാണിച്ചിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാണ്. ക്രിസ്തു യേശുവിന്റെ ക്രൂശീകരണമാണ് മാനവകുലത്തിന്റെ പാപത്തിന്റെ ക്ഷമ. അവന്റെ യേശുവിന്റെ രക്തമാണ് അല്ലെങ്കിൽ നമ്മുടെ പാപത്തെ ശുദ്ധീകരിച്ചത്. യോഹന്നാൻ വിളിച്ചു പറയുന്നു, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനാണെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു, ക്രൂശിക്കപ്പെട്ട യേശു, ആമേൻ, പാപക്ഷമ തരുന്ന യേശുവ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ക്രൂശീകരണത്തിന് മുൻപ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും, ഹല്ലേലൂയ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും, ഹല്ലേലൂയ മറ്റുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതും, ഹല്ലേലൂയ
ഈ കാര്യങ്ങളൊക്കെ കഥകൾ നമുക്ക് പറയുവാൻ എളുപ്പമാ. എന്നാൽ ക്രൂശിക്കപ്പെട്ടതിന് ശേഷം, യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷമുള്ള ദൈവസഭയുടെ അല്ലെങ്കിൽ ആധികാരികമായ യാഥാർത്ഥ്യങ്ങൾ ലേഖനങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ, ലേഖനത്തിൽ വെളിപ്പെട്ട യേശുവിനെ ഇന്ന് രാത്രി നീ കാണുവാൻ, ഈ വൈകവേളയിൽ കാണുവാൻ നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുമാറാകണം. പ്രൈസ് യു ജീസസ്. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ക്രൂശിക്കപ്പെട്ട യേശു, ക്രൂശിലാണ് രക്ഷ. രക്ഷ കൊടുക്കുവാൻ കഴിയാത്ത, പ്രവചനങ്ങൾ കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും മാത്രം വെളിപ്പെടുന്ന ഒരു യേശുവാണെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു, ആ യേശു വേറെ ഏതോ ഒരു യേശുവാ. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. എനിക്കൊരു വേറൊരു മീറ്റിംഗിൽ കടന്നു പോകേണ്ട ആവശ്യമുള്ളതിനാൽ ആണ് ഞാൻ ഇറങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നീ ഭേദാഭേദങ്ങളെ തിരിച്ചറിയണം. വന്നുകൂടിയിരിക്കുന്ന, നമ്മുടെ ആത്മജീവിതത്തിൽ വന്നുകൂടിയിരിക്കുന്ന മായാചരക്കുകളെ തിരിച്ചറിഞ്ഞ് നല്ലൊരു വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യതയിലെത്തുവാൻ കർത്താവേർക്കും കൃപ തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇത്രത്തോളം സമയം ഒരുക്കി തന്ന വാത്സല്യ ഈ പ്രയർ ലൈനിലുള്ള പ്രിയപ്പെട്ടവർക്ക്, ദൈവമക്കൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയോടെ ആയിരിക്കാം. കൃപ നിങ്ങളുടെ മേൽ കൂടെ ഇരിക്കട്ടെ. ആമേൻ.